ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കാണിച്ചതിൻ്റെ വേറൊന്നുമല്ല, നമ്മുടെ ശരണ്യ അവിടെ ശരണ്യയുടെ ഒരു സന്തോഷം എപ്പോഴും ശരണ്യ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അത് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ ഓർത്ത് കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിച്ചു തന്നെ ഒന്ന്. വേറെ ഒന്നുമല്ല, ശരണ്യ സാരി ഉടുക്കാൻ ശ്രമിക്കണം. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ സാരി ഉടുത്തിട്ടില്ല. അന്ന് മറ്റേ നമ്മൾ ഈ ഒരുക്കാനായിട്ട് ഇവരെയൊക്കെ വിളിച്ചാണ്, ബ്യൂട്ടി പാർലറിൽ നിന്ന് വിളിച്ചാണ് അന്ന് സാരി ഉടുപ്പിച്ചത്. ഒരു സാരി ഫുള്ളായിട്ട് അന്ന് ഉടുത്തായിരുന്നു, വലിയ സാരി. അപ്പം ഇന്നിപ്പോൾ അമ്മയും മകളും കൂടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ സാരി ഉടുക്കാൻ പറ്റുമെന്ന്. അപ്പം ശരണ്യക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സാരിയൊക്കെ ഉടുക്കണമെന്ന്. പക്ഷേ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഉടുത്തിട്ടില്ല. അപ്പോൾ ഉടുത്തണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. കണ്ടാ കൂട്ടുകാരെ കാണിക്കുന്ന കണ്ട അമ്മ സാരി ഉടുപ്പിക്കുന്നു മകള ശരണ്യ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നല്ലേ സാരി ഉടുക്കണം. നമ്മൾ ഒരു പ്രാവശ്യം ഓണത്തിന് അല്ലേ സെറ്റ് സാരി ഒന്നും ഉടുത്ത, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലേ. അമ്മേ അമ്മക്ക് ഉടുപ്പിക്കാനൊക്കെ അറിയാല്ലേ. മറ്റേ വീട്ടിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പുറത്താണ് ഉടുപ്പിക്കുന്നത്. നന്നായിട്ട് പോട്ടെ. പിന്നെ ശരണ്യ നന്നായിട്ട് ഉടുത്ത് അറിയാമെങ്കിൽ നമുക്ക് ബ്ലൗസൊക്കെ തയ്പ്പിക്കാം അല്ലേ. കണ്ട കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടൊക്കെ സാരി ഉടുക്കണുണ്ട്. കണ്ടിട്ടൊക്കെ അടിപൊളിയായി തോന്നിക്കുന്നുണ്ട്. നമ്മക്കും അറിയാം കേട്ടാ. കൂട്ടുകാരെ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടാ. ചെറിയ സാരി മേടിച്ചെന്നാ ഇതുപോലെ ഉടുക്കല്ലേ. ഇപ്പൊ ഈ തയ്ച്ച സാരി കിട്ടുമമ്മേ, ഈ ഉടുപ്പ് പോലെ ഇടുന്നതുണ്ട്. നമുക്ക് സാരി കൊടുത്തൊരു കല്യാണത്തിന് പോണ സാരി ഒന്നാലോ ചേച്ചി എവിടെയെങ്കിലും സാരിയൊക്കെ ഉള്ളിഞ്ഞു മാറ്റിയാ. ഇതെന്താണ്? പിന്നെ ഇറങ്ങി ആണ് ഞാനോർത്ത്. പിന്നെ കൂട്ടുകാർക്ക് എന്റെ കല്യാണ സാരിയും അന്നത്തെ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. കല്യാണ സാരിയും അങ്ങനെ ഡ്രസ്സും ഒക്കെ എല്ലാ ഇതും കാണിച്ചു തരാം അല്ലേ. എല്ലാം കാണിച്ചു തരാം. അതിന്റെ സൈഡ് വരെ ഇരിപ്പുണ്ട് അന്നത്തെ. അതുവരെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടൻസ് അതെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ, സാരി കൊടുത്തിട്ട് അടിപൊളി അടിപൊളി. കറക്റ്റ് സാരിയാ കിട്ടിയത്. അതെ, പക്ഷെ ബ്ലൗസ് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. കൂട്ടുകാരെ കണ്ടാ അമ്മ ഉടുപ്പിച്ചോണ്ടിരിക്കുകയാണ് സാരി. നല്ല നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് അതെ അതെ കൂട്ടുകാരെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടാ. ബ്ലൗസ് കൂടി സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൂട്ടുകാർ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം സംതൃപ്തിയൊക്കെ. കാരണം നമ്മളൊക്കെ എന്നും കാണുന്നതല്ലേ ശരണ്യനെ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പം അതെ അതെ അതെ. ഇപ്പൊ അച്ഛൻ വരുമ്പോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് നിക്കണം അല്ലേ. അമ്മ ഇതെന്നടിക്കാണ് കൊറേ നേരമല്ലോ പുറകെ. എന്ത് ചെയ്യണം അമ്മ? ഒന്ന് കാണിക്കട്ടെ. അമ്മ ചെയ്യുന്നത് കാണിക്കാനാണ്, അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണെന്നല്ല കേട്ടാ. അമ്മ ചെയ്തത് എന്താന്ന് കാണിക്കുക. ഇതാണ് അമ്മയും മകളും കൂടിയുള്ള ഒരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യം. പുറകൊക്കെ കൊള്ളാം. കൊള്ളാം. പുറകുമൊക്കെ സൂപ്പർ അടിപൊളി. അയ്യോ, നമുക്കിങ്ങനെ ഒരു കല്യാണത്തിൽ പോകാൻ ശരണ്യ തയ്യാറാകുവാ. എല്ലാരും ശരണ്യനെ നോക്കുമെന്നുള്ള ഒരു ശരണ്യ അടിപൊളി. അപ്പ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്ത് കാണിച്ചോളൂ. അതെ അതെ.
കൂട്ടുകാരെ കണ്ട സാരി എടുത്തപ്പോൾ ശരണ്യൊക്കെ ഒന്ന് പുറത്തിറങ്ങിയൊക്കെ നിന്ന് അതൊന്ന് ആസ്വദിക്കണം. അപ്പം അങ്ങനെ പാവ അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ. എവിടെ എന്നാലും ഒരുപാട് സന്തോഷമായി ഇങ്ങനെ കണ്ടപ്പോഴല്ലേ. അതെ അമ്മേ, ഇതെന്താണ് ഇന്ന് സാരി ഉടുപ്പിക്കാൻ? ഞാനേ സാരിയൊക്കെ എടുത്തൊന്ന് അടുക്കി വെക്കാന്നും പറഞ്ഞ് എടുത്തപ്പോൾ എല്ലാ സാരിയും എടുത്ത് മേത്ത് വെച്ച് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് ഒരു സാരി ഉടുപ്പിച്ച് നോക്കാൻ. നമുക്ക് സങ്കടം ശരണ്യ അങ്ങനെ ചെയ്യണ എനിക്ക് ഇഷ്ടം പോലെ സാരി ഇരിപ്പുണ്ടല്ലോ. എല്ലാം പട്ടു കൂടുതൽ പട്ടുസാരിയാണ് ഇരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അമ്മക്ക് തന്നെ ഒരു സങ്കടം ശരണ്യനെ വെച്ച് നോക്കുമ്പോ എനിക്കൊരു വിഷമം. അപ്പൊ ഞാനൊരു സാരി എടുത്ത് വെറുതെ ഒന്ന് ഒളിപ്പിച്ച് നോക്കിയതാണ്. ശരിയായ ഇല്ലെന്ന് എനിക്കറിയാം. അതന്നല്ലേ ശരണ്യയുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോ അറിയാലോ ശരണ്യക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് അല്ലേ. അമ്മ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം തന്നെ അത് മതി. അല്ല, ഇത് ഇനി സെറ്റാണ്. ശരണ്യക്ക് ബ്ലൗസ് പീസ് എടുത്ത് നമ്മൾ തയ്ക്കാൻ കൊടുക്കും. ഇതുപോലെ നമുക്ക് എന്റെ സാരി നല്ല സാരിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ബ്യൂട്ടീഷ്യൻകാരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉടുപ്പിച്ച്. അല്ല, അമ്മ ഉടുപ്പിച്ചത് കറക്റ്റ് ആണമ്മ. എന്തിനാണ് അമ്മ തന്നെ കറക്റ്റായിട്ട് ചെയ്യണുണ്ട്. കാരണം ശരണ്യനെ സംബന്ധിച്ച് ശരണ്യ വേറെ ഒന്നും ഒരുക്കങ്ങളൊന്നും ഇല്ല, ഇതുവരെ ഇല്ല, അങ്ങനെയുള്ള ഒരിതില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരണ്യക്ക്. ഞാൻ വെയിലത്ത് സാരിയൊക്കെ പെറുക്കി ഇടാനെന്നും പറഞ്ഞൊക്കെ എടുത്ത് വെച്ചപ്പോ ഓരോന്ന് വെച്ച് നോക്കും മേത്ത്. ഇത് കൊള്ളാവാന്ന് ചോദിക്കും. ശരണ്യ ഇഷ്ടപ്പെട്ട. അതെ 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 അതെ. അച്ഛനില്ലാതെ പോയിശോ, അച്ഛനുണ്ടായിരുന്ന. അതെ അതെ അതെ, ശരിയാ. കൂട്ടുകാരെ അതെ കണ്ട ശരണ്യ അതെ അലമാരിയിൽ നിന്ന് ബാഗ് എടുത്തത് കാണിച്ചു തരാൻ പോവുകയാണ്. അതേ കണ്ട കൂട്ടുകാരെ, ഇതെല്ലാം ശരണ്യയുടെ ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നത്. കണ്ട എല്ലാം ശരണ്യയുടെ ഡ്രസ്സുകളാണ്. ഇതും അല്ലാതെ ഒത്തിരി വേറെയും ഇരിക്കണം. ഒന്ന് കൂട്ടുകാരൻ ഡ്രസ്സ് കാണിയത് കല്യാണ ഡ്രസ്സ്. കൂട്ടുകാരെ അതേ വേഗം താങ്ങി പോണ കണ്ട. ഇത് എങ്ങോട്ടാണ് യാത്ര? കല്യാണ ബാഗുമായിട്ടാണോ പോണ? അതെ അതെ അതെ. കണ്ടാ കൂട്ടുകാരെ, ചെരുപ്പ്, കല്യാണ ചെരുപ്പ് എല്ലാം. ഈ ചെരുപ്പൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ ശരണ്യ? കണ്ട നല്ല ഗോൾഡൻ കളറായിരുന്നു, ഇപ്പൊ ഗോൾഡൊക്കെ മാറി. പിന്നെ ഇരുന്നാ ചീത്തയാവും. അപ്പൊ അതാണ്. പിന്നെ അടുത്ത കാണിച്ചത് അതെൻ്റെ ചെരുപ്പ്. ഞാൻ കൂട്ടുകാരെ പല പ്രാവശ്യം ഞാൻ ചെരുപ്പിങ്ങോട്ട് ഞാൻ ഉപയോഗിക്കാം, പക്ഷെ തരത്തില്ല ശരണ്യ. അതാണ് ശരണ്യക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയാണ്. ഇതാണ് കല്യാണ. നോക്ക് കണ്ടാ കല്യാണ സാരി, ശരണ്യയുടെ കല്യാണ ബ്ലൗസ്. ഇപ്പൊ ശരിയല്ല അല്ലേ, മുത്തൊക്കെ പിടിപ്പിച്ചതാണല്ലേ സൈഡ്. കണ്ട മുത്തൊക്കെ പിടിപ്പിച്ച കല്യാണ സാരി, അളവ് ബ്ലൗസ്. അതെ അതെ അതെ. കല്യാണ സാരി കാണിച്ചു കൂടാ. അതാണ് കല്യാണ സാരി. വലിയ സാരിയാണ് കേട്ടോ അന്ന് കൊടുത്തത്. കണ്ടോ, ഇത്രയും വലിയ സാരിയാണ്. വേണ്ട, നിവർക്കണ്ട. നിവർത്തി നിന്നാ പാടാണ് അത്. വേണ്ട, നിവർക്കണ്ട. അമ്മ എന്തോ പറയുന്നു. അതെ അതെ, മുന്താണി. കണ്ട അതെ അതെ അതെ.
നല്ല വെയിറ്റ് ഉണ്ട്. അന്ന് കല്യാണത്തിന് എടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് അതൊന്നെടുത്ത്. വലിയ സാരി തന്നെയാണ് കേട്ടോ, ഒത്തിരി വലിയ സാരി തന്നെയാണത്. ആ ഇനി അടുത്തത് കല്യാണക്കുറി കാണുന്ന കൂട്ടുകാരെ ഇതേ കാണിച്ചു തരാം. അതെ നമ്മുടെ കല്യാണക്കുറി കണ്ട, അതെ ഞങ്ങളുടെ കല്യാണ ഡേറ്റാണ്. അന്നൊക്കെ ഒത്തിരി വലിയ കൂടിയ കാർഡൊന്നും അല്ല കേട്ടാ കൂട്ടുകാരെ. കണ്ട ഇതേ ഒന്ന് കൂട്ടുകാരെ കാണിച്ചു തരാം. കണ്ട എഴുതിയിരിക്കണ കണ്ടേ. ഇന്നും നമ്മുടെ ആദിത്യനെയും അർച്ചനേനെയൊക്കെ പേരൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഇതെല്ലാം ഇങ്ങനെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ശരണ്യ. അതെ അമ്മക്കിത് കണ്ടിട്ട് അതിശയം തോന്നണില്ല. അമ്മയുടെ കല്യാണ സാരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും അല്ലേ. അതെ അതെ അതെ. പിന്നെ അത് കൂടാതെ വേറെ എൻ്റെതൊക്കെ എന്ത് ചെയ്യേ. ആഹാ അതെ എൻ്റെ കല്യാണ ഷർട്ട് നല്ല തിളക്കമുള്ളതാണ്. പക്ഷെ ഇതിൽ തിളക്കം കാണുന്നുണ്ടോയെന്ന് അറിയാമല്ലോ വീഡിയോയിൽ അല്ലേ. പിന്നെ മുണ്ട്. അതെ. ഓ അന്ന് ഇതൊക്കെ കൊടുത്ത കാര്യം ഓർക്കുമ്പോൾ എൻ്റെ പൊന്നെ, എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് വന്നേച്ച് ഇതൊന്ന് ഊരി ഇട്ടാൽ മതിയെന്നായിപ്പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇച്ചിരി വലിയ മുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് പറഞ്ഞ കൂട്ടുകാർ. കല്യാണ വീഡിയോയാ. ഓ കല്യാണ ഡ്രസ്സ് പരിചയപ്പെടുത്തണതും. ആ അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരെ അതുപോലെ ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അതെ. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്തത് നല്ലതാണ് ഇല്ലെന്ന് കമന്റ് ഇട്ടേക്കണം. അമ്മക്ക് കൂട്ടുകാരെ നേരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മക്കിപ്പോൾ ഈയിടെയായിട്ട് കാലിന് വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് അമ്മ ഇരുന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ നല്ലൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ